ഹായ് മക്കളെ, അപ്പോൾ നിങ്ങളുടെ +2 എക്സാം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാവില്ലേ? കുറേ കുട്ടികളുണ്ടാവും, ഐഡിയലായിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ടാവും, ഒരുപാട് കുട്ടികളുണ്ടാവും, ചിലപ്പോൾ എൻട്രൻസിന്റെ ക്രാഷിന് പോകുന്ന കുട്ടികളുണ്ടാവും. നെക്സ്റ്റ് പിന്നെ കുറച്ച് കുട്ടികളുള്ളത് പിന്നെ നമ്മുടെ +2 ഇംപ്രൂവ്മെന്റ്, നമ്മൾ +1 എക്സാമിന്റെ ഒക്കെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ടാവാം അല്ലെ. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ +2 എന്ന് പറയുന്ന ആ കാലഘട്ടം കഴിഞ്ഞു അല്ലെ. ഒരുപാട് ഭംഗിയുള്ള മനോഹരമായ ഒരു കാലഘട്ടം, ആർട്സ്, സ്പോർട്സ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൻഡ് ഓഫ്, ദാറ്റ് വാസ് അമേസിങ്. സെൻഡ് ഓഫ് ഒന്നും അവസാന കാലഘട്ടങ്ങളിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. കാര്യം നമ്മുടെ ഷഹബാസിന്റെ കൊലപാതകവും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണത്താൽ ഒരുപാട് സെൻഡ് ഓഫുകളൊക്കെ ക്യാൻസൽ ആകേണ്ട ഒരു ഗതിയൊക്കെ വന്നിട്ടുണ്ട് പല സ്കൂളുകളിലും. എന്നാലും പല സ്കൂളുകളിൽ സെൻഡ് ഓഫും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ആഫ്റ്റർ +2 ശേഷം ഇനി എന്ത്, എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകുന്ന ആളുകൾ, ലൈക്ക് പിന്നെ ക്രാഷ് കോഴ്സ് ഒക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവും, നീറ്റൊക്കെ എഴുതാൻ വേണ്ടി പോകുന്ന ആളുകൾ ഒബ്വിയസ്ലി അവരുടെ ഫോക്കസ് അതിലായിരിക്കും അല്ലെ. ബാക്കിയുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും, അതില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. കാര്യം ഹ്യൂമാനിറ്റീസ് എടുത്തതും കൊമേഴ്സ് എടുത്തതും ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാവും. സർ, ഞങ്ങളുടെ ഫ്യൂച്ചറിന് നിങ്ങൾ എന്താ സെലക്ട് ചെയ്യുക? +2 കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു അന്തല്ലാണ്ട് നടക്കുകയാണ്, ഇനി എന്താ ചെയ്യുക? അപ്പൊ നിങ്ങൾ പിന്നെ ഒരുപാട് അഡ്വൈസ് തേടിയിട്ട് നിങ്ങൾ പോകും. ആരെടുത്ത് അറിയോ? നാട്ടിലുള്ള ഒന്നുകിൽ കാരണന്മാരെടുത്തോ, അല്ലെങ്കിൽ കാക്കന്മാരെടുത്തോ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള കസിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ ഇപ്പുറത്തെ കുഞ്ഞമ്മൻ്റെ അടുത്തോ, അങ്ങനെ ഒരുപാട് ആളുകളെടുത്ത് പോകും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള മേഖല പറഞ്ഞുതരും. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള മേഖലയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യും? എടുത്തു ചാടും. അതിന്റെ മുന്നേ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു കാര്യം. ഞാൻ വായിച്ചൊരു കൊട്ടേഷൻ ആണ്, യുവർ ഫ്യൂച്ചർ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻസ്. നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് എന്താണോ സംഭവിക്കാനുള്ളത് അതല്ല നിങ്ങളുടെ ഭാവി. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ക്രിയേറ്റ്. നിങ്ങൾ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാവി. നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങളുടെ ഭാവി. അല്ലാണ്ട് മറ്റുള്ളവര് പിന്നെ നിങ്ങളെ ലീഡ് ചെയ്യുന്ന പോലെ ലീഡ് ചെയ്യേണ്ട ആളുകൾ അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ പോകേണ്ട ആളുകളല്ല. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്താ സാർ ഇനി ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് പകരം, ഇപ്പൊ നിങ്ങളൊരു യാത്ര ചെയ്യാണ്, ഒരു എക്സാമ്പിളോടെ ഞാൻ മനസ്സിലാക്കി തരാം. ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്ഥലത്തെത്തി. അപ്പൊ അവിടുന്ന് ഒരുപാട് ഡൈവേർഷൻ ഉണ്ട്. നിങ്ങൾ മുന്നിൽ റൈറ്റിക്ക് പോവാം, ലെഫ്റ്റിക്ക് പോവാം, ഒരുപാട് ഡിറക്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏതിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ ഡിസൈഡ് ചെയ്യാണ്ട് എങ്ങനെ ഡിസിഷൻ എടുക്കാണ്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ കാണാം നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ അയാളോട് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ ചോദിക്കാട്ടോ, സാർ ഞാൻ ഇതിലൂടെ എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ പോവാ. അല്ല, എനിക്ക് ഇഷ്ടമുള്ള വഴി എന്ന് പറയുമ്പോൾ അല്ലേ മൂപ്പരോട് വീണ്ടും നിങ്ങൾ ചോദിക്കും, അല്ല എന്നാലും ബെസ്റ്റ് വഴി ഏതാണെന്ന് ചോദിക്കും. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബെസ്റ്റ് വഴിയാണ് തിരഞ്ഞെടുക്കുക അല്ലെ. അപ്പൊ അത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിലൂടെ പോകും. അത് നമ്മൾ ഓക്കെ ആണോ അല്ലേ എന്ന് പോലും നമ്മൾ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളോട് ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഡോക്ടർ ആവാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്റെ ലക്ഷ്യം അതാണ്, എന്റെ റൂട്ട് അതാണ്, എന്റെ ഡോക്ടർ ആവാന്ന് പറയുന്നതിന്റെ ലക്ഷ്യം. സോ അതിലേക്ക് ഞാൻ എങ്ങനെ പോകണമെന്ന് പറഞ്ഞ് ഒരാളോട് ഓപ്പോസിറ്റ് വരുന്ന ആളോട് ചോദിച്ചാൽ അയാൾ കറക്റ്റ് വഴി കാണിച്ചു തരും. നീ ഇതുവഴി പോ അല്ലെ. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു പൈലറ്റ് ആവാനാണ്, സോ ഞാൻ എങ്ങനെ സഞ്ചരിക്കും? അപ്പൊ അയാൾ കാണിക്കും, നീ ഇതുവഴി പോ എന്ന് കാണിക്കും. അങ്ങനെ കറക്റ്റ് ഒരു റൂട്ട് മാപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫ് എന്താവുള്ളൂ, ട്രാക്കിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ ഞാൻ വീണ്ടും പറയാണ്, യുവർ ഫ്യൂച്ചർ ഈസ് നോട്ട് ദാറ്റ് സംതിങ് ഹാപ്പൻസ് അല്ലെ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ക്രിയേറ്റ്. നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ സമയം വരാനുണ്ട്, റിലാക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രം ചെയ്താൽ മതി, കാര്യങ്ങൾ ചെയ്താൽ മതി. യുവർ ടൈം ഈസ് യെറ്റ് ടു കം. നിങ്ങളുടെ സമയം ഇനിയും വരാനുണ്ട്. നമ്മൾ സ്റ്റേ ഫോക്കസ്ഡ്, നമ്മൾ ഫോക്കസ് ചെയ്യാം. ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കാലോചിതമായിട്ട്, ഫോർ എക്സാമ്പിൾ, ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് സ്കോപ്പ് ഉള്ളതെന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പിന്നെ ചിന്തിക്കണം. ഇനി എന്ത് പഠിച്ചാലാണ് സ്കോപ്പ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു ചിന്ത വേണം. ഇനി രണ്ടാമത്, ആ സ്കോപ്പ് ഉള്ളത് വലിയ മേഖലയിൽ സ്കോപ്പ് ഉണ്ട്, ആ മേഖലയിൽ സ്കോപ്പ് ഉണ്ട്, ഈ മേഖലയിൽ സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ പാഷനേറ്റഡ് ആണോ, എൻ്റെ ആപ്റ്റിറ്റ്യൂഡും എൻ്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ അതിന് ചേർന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം അസസ് ചെയ്യണം അല്ലെ. നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തിലാണ് ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇന്നതാണ് കേട്ടോ എന്ന് പറയുന്ന ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ
ചില ആളുകൾക്ക് ഒരുപാട് പഠിച്ചു മുന്നോട്ട് പോകലാവില്ല ചിലപ്പോൾ അയാളുടെ ലക്ഷ്യം. അയാൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കലായിരിക്കും അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ ജോലിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കലാണെങ്കിലും ചിലർക്ക് ഷട്ടപ്പെട്ടേച്ചിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ചിന്തയെ മാറ്റേണ്ടി ഞാൻ ഹ്യൂമാനിറ്റീസ് ആണെന്ന് കരുതിയിട്ട് എനിക്ക് ബിസിനസ് ചെയ്യാണ്ടാക്കാൻ പറ്റൂല, ചെയ്യാൻ പാടില്ല, അങ്ങനൊന്നുമില്ല. ഞാൻ സയൻസ് ആയതുകൊണ്ട് ഞാൻ ഡോക്ടർ ആവണം, അങ്ങനൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ പാഷൻ നോക്കുക. ചില ആളുകൾക്ക് സ്പോർട്സ് ആവും. ഞാൻ ഇന്നലെ ഒരുത്തരെ മീറ്റ് ചെയ്ത സമയത്ത് അവൻ പറയാട്ടോ, പക്ഷേ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, ഒട്ടും മാർക്കില്ലാണ്ട് എല്ലാത്തിലും C++ ഒക്കെ കിട്ടി ജയിച്ചു. മാക്സിമം B+ ആണ് ഏറ്റവും ടോപ്പ് മാർക്ക് ഉള്ളത്. അതും ഒരു A+ പോലും ഇല്ലാത്ത ആളാണ്. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു, എന്തെന്ന് അറിയോ, അനക്ക് കിട്ടൂലടാ, എനിക്ക് ഹയർ സെക്കൻഡറിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ഗവൺമെന്റ് സ്കൂളിൽ കിട്ടൂല എന്ന് എല്ലാവരും അവനോട് വിദ്യ എഴുതി പറഞ്ഞു. കാര്യം ഫുൾ A+ ഉള്ള ആളുകളൊക്കെ അവന് വിളിച്ചാണ്ട് പറയാട്ടോ, അനക്ക് എന്തായാലും കിട്ടൂല, ഞങ്ങൾ തന്നെ അവസ്ഥ വളരെ മോശമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഭയങ്കര സ്പോർട്സ്മാൻ ആണ്, ഞാൻ ഭയങ്കരമായിട്ട് ഫുട്ബോൾ കളിക്കും, അപ്പൊ എനിക്ക് എന്തെങ്കിലും കിട്ടും അല്ലെ. അവൻ ആഗ്രഹിച്ച സ്കൂളിൽ അവൻക്ക് ആ സ്പോർട്സ് കോട്ടയിൽ എന്ത് ചെയ്തു, സീറ്റ് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അവന്റെ പാഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് ആയിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്പോർട്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ അറിയുന്ന ഒരു സ്പെഷ്യൽ ജോലി എന്നൊക്കെ പറയുന്ന ആരും ഫോക്കസ് ചെയ്യാത്ത, ഇന്നേ വരെ ചിന്തിക്കാത്ത ഒരുപാട് ജോലികളൊക്കെ ചൈനയിലൊക്കെ ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിലുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി പോയ വിദ്യാർത്ഥികൾ, പാരന്റ്സ് എന്താണെന്നറിയോ, മക്കളെ നോക്കാൻ പാരന്റ്സിന് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി, അവരുടെ മക്കളെ നോക്കുന്ന ജോലി എന്ന് പറഞ്ഞു വെച്ചാൽ ആ പാരന്റിന്റെ സകല കെയറും കൊടുത്തിട്ട് ആ പാരന്റിന് ഡെമോ ആയിട്ട്, അതായത് ആ പാരന്റിന്റെ റോളാണ് ആര് വഹിക്കുന്നത്, ഈ കെയർ ടേക്കർ ആയിട്ടുള്ള ഈ ബോയ്. നമ്മൾ കെയർ ടേക്കർ, പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ ഒരു ഫിലിം കണ്ടിട്ടുണ്ടല്ലേ. കെയർ ടേക്കർ എന്ന് പറഞ്ഞു വെച്ചാൽ ആ കുട്ടീനെ ഫാദറിന്റെ സ്ഥാനത്ത് ഫാദറായിട്ടും മദറിന്റെ സ്ഥാനത്ത് മദറായിട്ടൊക്കെ നിന്നിട്ട് ആ കുട്ടീനെ കെയർ ചെയ്താണ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ശമ്പളമുള്ള ഒരു ജോലിയൊക്കെ. അങ്ങനെ ഡിഫറെന്റ് ജോലികൾ ഇന്നത്തെ കാലത്ത് ഉണ്ട്. കാര്യം ടൈം എന്ന് പറയുന്ന സാധനത്തിനാണ് വാല്യൂ ഉള്ളത്. അപ്പൊ ഈ ഷോർട്ട് ടൈമിൽ നമ്മളെ ഡ്രീമുകൾ ഉണ്ടാവില്ലേ, വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണണം. കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ കണ്ടുകാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. ഞാനൊക്കെ എപ്പോഴും പറയും, ഞാൻ PSCക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്, SSCക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്ന ജോബ് വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു ഗവൺമെന്റ് എംപ്ലോയിനെ കണ്ട സമയത്ത് എന്നെ പഠിപ്പിച്ച സാറാട്ടോ, സാർ പറഞ്ഞു, ഞാൻ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് മന്ത്ലി നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു ജോലിയായിട്ട് മാത്രമാണ് എന്ത് കാണുന്നത്, പിന്നെ ഈ ഗവൺമെന്റ് ജോലിനെ കാണുന്നത്. പക്ഷേ എൻ്റെ ലൈഫ് ഒന്നുകൂടെ ഒരു പിന്നെ പോസ്റ്റ് ലെവലിൽ ഞാൻ ലീഡ് ചെയ്യുന്നത് ഈ ഗവൺമെന്റ് ജോലിയിലൂടെ അല്ല, ഞാൻ എൻ്റെ മറ്റുള്ള ബിസിനസ്സിലൂടെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് വലിയ സക്സസ്ഫുൾ സാധനമൊന്നും അല്ല. അതിന്റെ അങ്ങേപ്പുറത്ത് വീണ്ടും നമ്മൾ ചെയ്യണം. നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. ഈവൻ ഗവൺമെന്റ് ജോബ് കിട്ടിയാൽ പോലും നമുക്ക് ഇഷ്ടം പോലെ സമയം വീണ്ടും ഉണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒന്നും കൂടെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കണോ, നിങ്ങളുടെ നാട്ടിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് എംപ്ലോയിനെ കണ്ടിട്ട് ഒരു റോൾസ് റോയ്സോ അല്ലെങ്കിൽ ഒരു പോഷയോ അല്ലെങ്കിൽ ഒരു ബെൻസോ അല്ലെങ്കിൽ ഓഡിയോ ഇങ്ങനത്തെ ഏതെങ്കിലും കമ്പനി ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഒരു ഗവൺമെന്റ് എംപ്ലോയിനെ കണ്ടിട്ട്? ഇല്ല. ഒന്നുകിൽ അയാൾ എന്താവണം, ഒരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള അല്ലെ, നന്നായിട്ട് എങ്ങനെ രാഷ്ട്രീയക്കാരനാവണം, നല്ല അടിപൊളി നടത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയക്കാരനാവണം അല്ലെ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിലോ ബിസിനസ്മാൻ ആവണം. ഈ ബിസിനസ്മാൻ ഇങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. എന്താണ് ഈ ബിസിനസ് സാറേ, വാട്ട് ഈസ് ബിസിനസ് എന്ന് പറഞ്ഞു വെച്ചാൽ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. നിലവിലെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഒരു ബിസിനസ്. ഇപ്പൊ നാട്ടില് പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ബൈക്കിൽ സഞ്ചരിക്കണം അല്ലെ, അപ്പോ ഒരാൾ കണ്ടുപിടിച്ച ഒരു ആശയമാണ് എന്ത്, റെയിൻകോട്ട് എന്ന് പറയുന്ന ഒരു ആശയം അല്ലെ. അപ്പൊ അത് ഭയങ്കര ഒരു ബിസിനസ്സായി മാറി അല്ലെ. ഇപ്പോ ലാസ്റ്റ് കോവിഡ് വന്ന സമയത്ത് ആളുകൾക്ക് മാസ്ക് വെക്കണം എന്ന് പറയുന്ന ഒരു അല്ലെ, മാസ്ക്, അത് ഡിഫറെന്റ് മാസ്ക്. അപ്പൊ മാസ്കിന്റെ കൂടുതൽ ഒരുത്തിന് ഒരു പുതിയ ആശയം കൊണ്ടുവന്നു, മാസ്കിന്റെ കൂടുതൽ ആളുകൾക്ക് ബ്ലൂടൂത്തും കൂടെ വെക്കണം എന്ന് പറയുന്ന ഒരു ആശയം. അപ്പൊ മാസ്ക് പ്ലസ് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു ആശയം, അത് മറ്റൊരു ബിസിനസ്സായി മാറി. ഇങ്ങനെ ഡിഫറെന്റ് ആശയങ്ങളും അല്ലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ഉള്ളില് എന്തിനാണോ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പറയുന്ന ഒരു സംഗതി ഉണ്ട്, സാർ എനിക്ക് ഇതാവണം അല്ലെ, എനിക്ക് ഇന്നതാവണം, ഇങ്ങനെ ഉള്ളിനോട് ഒരുപാട് ചോദിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് കണ്ണാടിയിൽ നിന്നിട്ട് വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ, എന്താവണം നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരുപാട് ഒന്ന് എഴുതി വെക്കണം നിങ്ങൾ ആദ്യം.
എഴുതി വെച്ചിട്ട് ഒരുപാട് മേഖലകൾ നിങ്ങൾ കാണുക. ഇതിൽ പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റുന്നത് ഇനിയൊക്കെ ഷോർട്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, 2019 കോവിഡ് വന്നത്. 2019 വന്ന് 20, 21, 22, 23, 24, 25 ഏകദേശം 6 വർഷമായി ഇപ്പൊ ശരിക്കും കോവിഡ് കഴിഞ്ഞിട്ട്. നിങ്ങൾ മനസ്സിലാക്കണേ, ഇതിപ്പോ 6ാമത്തെ വർഷമാണ് കോവിഡ് വന്നിട്ട്. ഇനി 2019 കൂട്ടൽ 7 വർഷം കടന്നു പോയത് നമ്മൾ അറിഞ്ഞിക്കണോ? ഇത്രയും ഫാസ്റ്റായിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനിയും ഒരുപാട് സമയം എടുത്തുകൊണ്ട് ഒരു കുഞ്ഞു ജോലി ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. ഞാൻ മുന്നേ വായിച്ചൊരു ഒരു പുസ്തകത്തിലുള്ളതാണ്, ആരാന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 40 വർഷം ജോലി എടുക്കുന്നതിനേക്കാൾ നല്ലതാണ് അല്ലേ, അത് ആ ഗ്രോത്ത് ആർക്കാ ഉണ്ടാവില്ല, കമ്പനിക്കാണ് ഗ്രോത്ത് ഉണ്ടാവില്ല. സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം പോട്ടടാ, അപ്പൊ +2 കഴിഞ്ഞല്ലേ, ഒരു 1 year എങ്കിലും അവനവന്റെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ലൈഫ് ലീഡ് ചെയ്യുന്നത്? പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ എൻട്രൻസ് ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. കാര്യം നിങ്ങളുടെ പാഷൻ അതായത് കൊണ്ടാണല്ലോ നിങ്ങളത് എടുക്കുന്നത്. ഞാൻ ഇതിലും കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയോ, കുറെ കുട്ടികൾ എൻട്രൻസിന് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോവാണ് ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഒരു കാര്യമില്ല, ആ പൈസ പാരന്റ്സിന് പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും അതിലില്ല. നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രം അതിൽ എന്ത് ചെയ്തൊരു പോരിട്ട് കാര്യമുള്ളൂ എന്നാണ് പറയാനുള്ളത്. ഏതായാലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ എന്തുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ഡയറക്റ്റ് ജോബിനേക്കാൾ അല്ലെ നമുക്ക് ഒരുപാട് 2028 ആകുമ്പോഴത്തേക്ക് ഏതൊരു മേഖലക്കാണ് ഒരുപാട് സ്കോപ്പ് ഉണ്ടാവുക എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ നടത്താൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ +2 വിദ്യാർത്ഥികൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തു തരും. നിങ്ങളെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും. ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവും, സാർ ഞാൻ ഈ മേഖലയാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയില് അദ്ദേഹം IIT അലുമിനസ് ഒക്കെയാണ് അദ്ദേഹം. മാത്രമല്ല വലിയൊരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ ആനുവലി ഇൻകം ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു വർഷത്തിൽ 50 ലക്ഷം രൂപ വരുമാനമുള്ള ആളാണ്. അതായത് നമ്മുടെ ആവറേജ് കൂട്ടുകയാണെങ്കിൽ ഒരു 4.5 ലക്ഷം രൂപ മന്ത്ലി ഏൺ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. 4.5 ലക്ഷം രൂപ മന്ത്ലി ഏൺ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. നാട്ടിലാട്ടോ, നാട്ടിലെ എല്ലാതിലും ഓൾ ഇന്ത്യ ടോപ്പ് റാങ്കിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഓൾ ഇന്ത്യ ടോപ്പർ ഒന്നും അല്ലാത്ത എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഓൺ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഓന് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ടാരോ, ഒരു 5.5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ നിലവിലുണ്ട്. ഓന്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരന് ഓനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരുത്തനുണ്ടായിരുന്നു. അവനിപ്പോ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ക്യാപ്റ്റൻ ആണ്. അറൌണ്ട് 12 lakh സാലറി വാങ്ങുന്ന അവന്റെ സുഹൃത്തൊക്കെ ഉണ്ട്. പെർ മന്ത് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് റാങ്ക് ഉള്ള ആളേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളുകളൊക്കെ എന്തുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ ഷിപ്പ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. പോട്ടടാ, ഈ ഷിപ്പിന്റെ ഓരോ പാർട്സ് ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് ഓരോ മേഖലയാണ്. ഇനി ഫ്ലൈറ്റിന്റെ ഓരോ പാർട്സ് ഉണ്ടാക്കുന്ന ഓരോ മേഖലയാണ്. ഈവൻ ടെക് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ബേസ് ടെക്കാണ്, ടെക്നോളജിയാണ് അല്ലെ. ഈ ടെക്നോളജി എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. അപ്പൊ എവിടേക്കാണോ നിങ്ങളുടെ പാഷൻ ഉള്ളത്, ഞാൻ എപ്പോഴും പറയും ഇതെന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടൊരു സംഗതി ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് നമ്മള് ഡെയിലി ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യണ്ടല്ലോ, തടി കുറക്കാൻ അല്ലെ, തടി ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. വേണ്ട കേട്ടോ, ടെക്നോളജി വന്നു. ഇനി എന്താണെന്നറിയോ, വീക്കിലി 20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വീക്കിൽ കംപ്ലീറ്റ് രാവിലെ മുതൽ ഒരു 1 hour എക്സസൈസ് എടുക്കുന്ന അതിന്റെ ഒരു എഫക്ട് നമുക്ക് വീക്കിലി 20 മിനിറ്റ്സ് അതിൽ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അത്രയും ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ മക്കളെ, നിങ്ങൾ കാലത്തിനനുസരിച്ച് ഒന്ന് മുന്നോട്ട് പോകണം. അല്ലാണ്ട് ഒരു ക്ലീശ പണ്ടൊക്കെ +2 കഴിഞ്ഞാൽ, ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഏട്ടനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇനി പഠിക്കണേക്കാൾ നല്ലത് എനിക്ക് ഓട്ടോറിക്ഷ ഓട്ടുണ്ടാട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ല ഉപദേശിച്ചിരുന്നു നമ്മളെ കാരണവൽ എന്ന് പറയുന്നത്. അങ്ങനെ ഓട്ടോറിക്ഷ ഓട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വല്ല പലചരക്കടയിൽ നിന്നോ അല്ലെങ്കിലോ വല്ല തുണിക്കടയിൽ നിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു സമയത്ത് നമ്മൾ സ്വയം എന്റെ മേഖല അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അന്ന് മുതലേ ടീച്ചിങ്ങിലേക്ക് കയറിയിട്ട് ഏകദേശം ഒരു 18 വർഷത്തോളമായിട്ട് ടീച്ചിങ് ഫീൽഡിലുള്ളത്. നമ്മുടെ ഒരു പാഷൻ അതാണ്. അതുകൊണ്ട് തന്നെ നല്ല അക്സെപ്റ്റൻസ് നിങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, നിങ്ങൾ എന്താവണം എന്നുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ. ഫർദർ ഡിസ്കഷൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാണാം. താങ്ക് യു വെരി മച്ച്.